എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ ഹരിയാനയിലും ജമ്മു കശ്മീരിലും കൂട്ടിക്കിഴിക്കലുകളുമായി മുന്നണികൾ. സർക്കാർ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് കോൺഗ്രസും ബി.ജെ.പിയും. ഹരിയാനയിൽ ഭരണം പിടിക്കുമെന്ന പ്രവചനത്തിന് പിന്നാലെ മുഖ്യമന്ത്രിക്കായുള്ള ചർച്ചകൾ കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു. ഭൂപീന്ദർ സിംഗ് ഹൂഡ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ് സൂചന. ജമ്മു കശ്മീരിൽ ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കില്ലെന്നാണ് എക്സിറ്റ് പോൾ. ചൊവ്വാഴ്ചയാണ് 2 സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ നടക്കുക. നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നോബിൾ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പുറത്തു വന്നതോടെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇന്നലെ ഹരിയാനയിൽ കോൺഗ്രസ്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിക്കുള്ള ചർച്ചകളും ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞതിനാണ് സൂചന. ഭൂപീന്ദർ ഹൂഡ തന്നെ മുഖ്യമന്ത്രി ആയേക്കും എന്നുള്ള സൂചന തന്നെയാണല്ലോ വരുന്നത്. എന്തൊക്കെയാണ് നിലവിലെ ഒരു പ്രതീക്ഷകൾ കോൺഗ്രസിന്റെ, ഒപ്പം ജമ്മു കാശ്മീരിലെയും? വെരി ഗുഡ് മോർണിംഗ് ആര്യ ആൻഡ് തുളസി. ജമ്മു കാശ്മീരിലും ഹരിയാനയിലും വോട്ടെടുപ്പ് പൂർത്തിയായി എക്സിറ്റ് പോൾ പുറത്തു വരുമ്പോൾ 2 സംസ്ഥാനത്തെയും ഫലങ്ങൾ വളരെ വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം അവിടെ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും എന്നാണ് നിലവിലത്തെ എക്സിറ്റ് പോളുകൾ സൂചന നൽകുന്നത്. ആ പശ്ചാത്തലത്തിൽ കോൺഗ്രസിൽ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമാകുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നിരവധി നേതാക്കൾ സംസ്ഥാനത്ത് ഓട്ടത്തിലുണ്ട് എന്നും എടുത്തു പറയണം. പ്രത്യേകിച്ച് ഭൂപീന്ദർ സിംഗ് ഹൂഡ തന്നെയാണ് അതിൽ ഏറ്റവും മുൻപന്തിയിൽ ഉള്ളത്. അദ്ദേഹം നിലവിലത്തെ പ്രതിപക്ഷ നേതാവ് കൂടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നു. പക്ഷേ അദ്ദേഹത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട 3 നേതാക്കൾ കൂടി ഈ മത്സരരംഗത്ത് ഉണ്ട് എന്ന് പ്രധാനപ്പെട്ടതാണ്. കുമാരി ഷെൽജ, അതോടൊപ്പം തന്നെ രൺദീപ് സിംഗ് സുർജേവാല അടക്കമുള്ള നേതാക്കളും ഈ മുഖ്യമന്ത്രി കസേരയിൽ മോഹമുണ്ട്. അവർക്ക് അതിലൊരു കണ്ണുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ പല ഘട്ടങ്ങളിലായി അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തതാണ്. എന്താണെങ്കിലും ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഒരു വാദപ്രതിവാദത്തിലേക്കും ഒപ്പം ഒരു ഗ്രൂപ്പ് പോരിലേക്കും ഹരിയാന കടക്കുമോ എന്നാണ് ഇനിയിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഹൈക്കമാൻഡ് ആയിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും തങ്ങൾക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഉള്ള താല്പര്യം നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. നിലവിൽ ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്ക് പ്രധാനപ്പെട്ട ഒരു താല്പര്യം അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ അത് സാധ്യമാകാതെ വന്നാൽ അദ്ദേഹത്തിന്റെ മകനും റോത്തക് എംപിയുമായ ദീപേന്ദർ സിംഗ് ഹൂഡയുടെ പേര് മുന്നോട്ട് വയ്ക്കും എന്ന സൂചനകൾ ഇപ്പോൾ ചില നേതാക്കളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. കുമാരി ഷെൽജിയാകട്ടെ അവർക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോൾ സിർസയിൽ നിന്നുള്ള എംപിയുമാണ് കുമാരി ഷെൽജ. മുൻ സംസ്ഥാന കോൺഗ്രസിന്റെ അധ്യക്ഷയായിരുന്നു. ഈ മുഖ്യമന്ത്രി കസേരയിൽ അവർ, പ്രത്യേകിച്ച് ദളിത് വിഭാഗ നേതാവാണ്, അവർക്ക് ആ കസേരയിൽ വലിയ താല്പര്യമുണ്ട്. അവർ പല ഘട്ടങ്ങളും തുറന്നു പറഞ്ഞതാണ്. ഇന്നലെയും അവർക്ക് താല്പര്യം അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണെങ്കിലും നിലവിൽ നേതാക്കൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി രംഗത്ത് വരുമ്പോൾ ലഭിക്കുന്ന വിജയം, പ്രത്യേകിച്ച് ഈ വലിയ ഭൂരിപക്ഷത്തിലാണ് ബി.ജെ.പിക്കെതിരെ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരുന്നതെങ്കിൽ ആ ഭൂരിപക്ഷത്തിന്റെ ഒരു മാറ്റ് കുറയ്ക്കാവുന്ന രീതിയിലേക്ക് തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നാണ് ഇനിയിപ്പോൾ ഹരിയാനയിൽ അറിയാനുള്ളത്. ജമ്മു കാശ്മീരിലാണെങ്കിൽ തികച്ചും വ്യത്യസ്തമാണ് എക്സിറ്റ് പോളിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു തൂക്ക് മന്ത്രിസഭയ്ക്കായിരിക്കും അവിടെ സാധ്യത എന്ന് വില കൽപ്പിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരു സാഹചര്യം വരുന്നു. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ ചേർന്ന് സർക്കാർ രൂപീകരിക്കും എന്നത് വലിയ ആകാംക്ഷയാണ് സംസ്ഥാനത്ത്. അവിടെ കോൺഗ്രസും അതോടൊപ്പം തന്നെ ബി.ജെ.പിയും PDPയും നാഷണൽ കോൺഫറൻസും ഒക്കെ അതിനുവേണ്ടി ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം ഈ സ്വതന്ത്രന്മാരെ ഉൾപ്പെടെ വിജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ അവരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളും ഈ പാർട്ടികളുടെ ഭാഗത്ത് ഉണ്ടാകും. നേരത്തെ 2014 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ആർക്കും കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്രതീക്ഷിതമായ ഒരു കൂട്ടുകെട്ട് അവിടെ ഉണ്ടായി എന്ന യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ബി.ജെ.പിയും അതോടൊപ്പം തന്നെ PDPയും ചേർന്നുകൊണ്ട് അവിടെ സർക്കാർ രൂപീകരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇത്തവണയും PDP ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ബി.ജെ.പിക്ക് ജമ്മു മേഖലയിൽ വലിയ മേൽക്കൈ ഉണ്ട് എന്ന പ്രവചനം ഉണ്ട് താനും. എന്നാണെങ്കിൽ ആ പശ്ചാത്തലത്തിൽ വരുമ്പോൾ പക്ഷേ PDP വ്യക്തമാക്കിയത് ബി.ജെ.പിക്കൊപ്പം ഇനി പോകില്ല എന്നുള്ളത്. പക്ഷേ രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ എന്ത് നിലപാട് ഇവർ സ്വീകരിക്കും എന്ന് പ്രധാനപ്പെട്ടതാണ്. അതായത് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടുനിന്നാണ് PDP അവിടെ മത്സരിച്ചത്. പക്ഷേ ഈ PDPയുടെ ആവശ്യം, പ്രത്യേകിച്ച് സർക്കാർ രൂപീകരിക്കാൻ ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത പശ്ചാത്തലത്തിൽ PDP ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ നാഷണൽ കോൺഫറൻസിന്റെയും കോൺഗ്രസിന്റെയൊക്കെ ഭാഗത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്താണെങ്കിലും നിലവിൽ ജമ്മു കാശ്മീർ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കും എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ആർക്കും കേവല ഭൂരിപക്ഷം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത പശ്ചാത്തലത്തിൽ തീർച്ചയായും വലിയ സസ്പെൻസുകളും ജമ്മു കാശ്മീരിൽ കാത്തിരിക്കുന്നുണ്ട്. നോബൽ സൂചിപ്പിച്ചതുപോലെ ഈ ജമ്മുവിൽ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണല്ലോ. അതിനിടയിലാണ് ഈ ഒരു തൂക്കുസഭയ്ക്കുള്ള ഒരു സാധ്യതയും എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഈ പ്രധാനമായും ഈ ബി.ജെ.പിക്ക് ഹരിയാനയിൽ ഏതായാലും മുൻതൂക്കമില്ല എന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു. അങ്ങനെയെങ്കിൽ ജമ്മുവിലുള്ള ഒരു സാഹചര്യം അതുതന്നെ ആയിരിക്കില്ലേ ഇനി ഉറ്റുനോക്കപ്പെടുന്നത്?
തീർച്ചയായും BJPയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ജമ്മു കാശ്മീരിലാണ് പ്രധാനമായും അവർക്കൊരു സാധ്യത കാണുന്നത്. പക്ഷേ അതേസമയം ഹരിയാനയിലും പൂർണ്ണമായും BJP എഴുതള്ളാൻ കഴിയില്ല. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ആദ്യം സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഓട്ടം അവിടെ കോൺഗ്രസ് നേതാക്കൾ ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് ചിലരെങ്കിലും അടർത്തിയെടുത്ത് ഒപ്പം നിർത്താം. പ്രത്യേകിച്ച് കുമാരി ശെൽജൻ നേരത്തെ BJPയിലേക്ക് പോകുന്ന സൂചന സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. പക്ഷേ വലിയ മൃഗീയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ അത്തരത്തിൽ സാധ്യതകൾക്ക് ഒട്ടും ചാൻസ് കുറവാണ്. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഹരിയാനയിൽ പോലും ഒരുപക്ഷെ ഒരു നേതാക്കളെ അടർത്തിയെടുത്ത് സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ BJP നടത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അവിടെ വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ. അതേസമയം ജമ്മു കാശ്മീരിൽ BJPക്ക് അല്പം പ്രതീക്ഷ കൂടുതലുണ്ട്. കാരണം ഒരുപക്ഷെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ പോകുന്നത് BJP ആയിരിക്കും. ആ പശ്ചാത്തലത്തിൽ ഈ സ്വതന്ത്രരെയും അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും പാർട്ടികൾ, പ്രത്യേകിച്ച് 2014 PDP ഒപ്പം നിർത്തിയ ഒരു പാരമ്പര്യമുണ്ട്. ആ പശ്ചാത്തലത്തിൽ ആവശ്യമെങ്കിൽ ഒരുപക്ഷെ PDPയെ പോലും ഒപ്പം നിർത്തി സമീപിക്കാനുള്ള സാധ്യത BJPയുടെ ഭാഗത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയേക്കാം. പക്ഷേ ജമ്മു കാശ്മീർ വലിയ സസ്പെൻസ് ആയിരിക്കും നൽകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നാഷണൽ കോൺഗ്രസ് അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഈ സഖ്യം എത്രത്തോളം വോട്ട് പിടിക്കും എന്നതിനെ ആസ്പദമാക്കി, സീറ്റുകൾ വിജയിക്കും എന്നതിനെ ആസ്പദമാക്കി തന്നെയായിരിക്കും അവിടുത്തെ സർക്കാർ രൂപീകരണത്തിന്റെ സാധ്യതകൾ. പക്ഷേ നിലവിലത്തെ എക്സിറ്റ് പോളുകളിൽ അവർ വലിയ സീറ്റുകൾ പിടിക്കും എന്നൊരു പ്രവചനം കാണാൻ കഴിയുന്നില്ല.